അതുപോലെ തന്നെ സഖിയുൽ മാ, ചൂടുകാലത്ത് എല്ലാ വിശ്വാസികളും ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം നമ്മൾ കുടിക്കുക എന്ന് മാത്രമല്ല, വെള്ളം കുടിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. സ്വദഖയിൽ ഏറ്റവും മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറയാൻ, നബിയെ, എന്റെ ഉമ്മ മരിച്ച സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഖിയുൽ മാ, നീ ആളുകൾക്ക് വെള്ളം കൊടുക്കുക, ഒരു കിണർ കുഴിക്കുക, എന്നിട്ട് ഉമ്മയുടെ പേരിൽ ആ കിണർ കുഴിച്ചിട്ട് ആളുകൾക്ക് വെള്ളം കുടിപ്പിക്കുക. അഫ്ളലു സ്വദഖതി സഖിയുൽ മാ, ഒരാൾ ചെയ്യുന്ന സ്വദഖയിൽ ഏറ്റവും നല്ല സ്വദഖ കുടിവെള്ളം നൽകലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കുടിവെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ കുടിവെള്ളം ഉണ്ടാക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കുക. അതുപോലെ തന്നെ കുടിവെള്ളം വിതരണം ചെയ്യുക. വേനൽക്കാലമാണ്, വെള്ളം ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യുക. പക്ഷികൾ, മൃഗങ്ങൾ, മറ്റു ജീവജാലങ്ങൾ, സസ്യങ്ങൾ എന്നിവക്ക് സഖിയുൽ മാ നൽകുക. അതിലൊക്കെ പുണ്യമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നായക്കൊരാൾ വെള്ളം കൊടുത്തത് കൊണ്ട് അയാളുടെ പാപം അല്ലാഹു പുറത്തു കൊടുത്തു. ഒരു പൂച്ചയെ വെള്ളവും ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടത് കൊണ്ട് ഒരു സ്ത്രീ അവരെ അള്ളാഹു നരകത്തിലെത്തിച്ചു, അവരെ അള്ളാഹു ശപിച്ചു. ഇങ്ങനെയൊക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ജീവജാലങ്ങൾക്ക് അന്നവും വെള്ളവും നൽകുന്നത് പുണ്യകരമായ പ്രവൃത്തിയാണ്. എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ, പല ജീവജാലങ്ങളുണ്ട്. നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജീവജാലങ്ങളുണ്ട്. പൂച്ച പോലെയുള്ള ജീവികൾ, നമ്മുടെ ഇങ്ങനെ കൂടെ ജീവിക്കുന്ന ജീവികൾ. ഇവരെ പ്രത്യേകം അവരെ പരിഗണിക്കുകയും അവർക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും നൽകൽ ഓരോ വീട്ടുകാരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പൂച്ചയെ ആട്ടരുത്, വെള്ളം കുടിക്കുന്ന പൂച്ചയെ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ജീവജാലങ്ങൾക്ക്, പക്ഷികൾക്ക്, സസ്യങ്ങൾ, ഉണങ്ങിപ്പോകുന്ന സസ്യങ്ങൾക്കൊക്കെ സഖിയുൽ മാ, അത് ഈ ഉഷ്ണകാലത്ത് പ്രത്യേകം വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. ഇതൊക്കെ അധികവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം ചെയ്തു, റിസാലത്തിന്റെ നിർദ്ദേശമാണ് എന്ന് വിചാരിച്ച് ചെയ്താൽ ഇതിലൊക്കെ ഉണ്ടാവും, പുണ്യമുണ്ടാവും, നന്മയുണ്ടാവും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ ദാഹിച്ച വെള്ളം കുടിക്കും, അതുപോലെ ചൂട് വന്നാൽ ചൂട് തണുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് നടത്തും. അതൊന്നും ഒരു മനുഷ്യനെ പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമല്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും അത് റിസാലത്തിന് അംഗീകരിക്കലും ആദരിക്കലും ബഹുമാനിക്കലുമാണ്. അത് പുണ്യകരമായ പ്രവൃത്തിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.